Second question. Find the rate of interest per year. Rate of interest ആണ് കണ്ടുപിടിക്കേണ്ടത്. Find the rate of interest per year. Find the rate of interest per year. Find the rate of interest per year, comma, if the interest charged for, if the interest charged for, find the rate of interest per year if the interest charged for 8 months be, find the rate of interest per year if the interest charged for 8 months be, if the interest charged for 8 months be, interest charged for 8 മാസമാണ് 8 months be 0.06 times 0.06 times if the interest charged is, if the interest charged for 8 months be 0.06 times of the money borrowed. Find the rate of interest per year if the interest charged for 8 months be 0.06 times of the money borrowed. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കിട്ടിയോ എല്ലാവർക്കും? Find the rate of interest per year if the interest charged for 8 months be 0.0 times of the money borrowed. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇൻട്രസ്റ്റ് ഇവിടെ 0.06 ടൈംസ് ഓഫ് ദ മണി ബോറോഡ്. എത്ര മണി മേടിച്ചോ അതിന്റെ 0.06 ടൈംസ് ആണ് ഇൻട്രസ്റ്റ്. അപ്പൊ അത് നമുക്ക് ചെയ്യാം. റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ റേറ്റ് ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ആണ്. റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ടൈം തന്നേക്കുന്നത് എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു 8 മന്ത്. റേറ്റ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ടൈം ഇസ് ഈക്വൽ ടു 8 months. 8 months നമുക്ക് ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്പർ ഓഫ് മന്ത് 12 വെച്ച് ഡിവൈഡ്, ഒരു ഇയർ എന്ന് പറയുമ്പോൾ 12 months ആണ്. അപ്പൊ 8 month എന്ന് പറയുന്നത് 8/12 അല്ലെങ്കിൽ 8/12 എന്ന് പറയുമ്പോൾ 2/3 years ആണ്. 8 month എന്ന് പറയുന്നത് 8/12 years ആണ്. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2/3 years എന്ന് കിട്ടും. അപ്പൊ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 2/3 years. റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം ടൈം എന്ന് പറയുന്നത് 8 months ആണ്. അപ്പൊ ടൈം ഇസ് ഈക്വൽ ടു 2/3 years. ഇനി ഇൻട്രസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 0.06. ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 0.0 ടൈംസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ പ്രിൻസിപ്പിൾ നമ്മൾ പി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു 0.06 പി എന്ന് എടുക്കാം. I is equal to 0.06 p. ഇത്രയും കിട്ടിയല്ലോ. അപ്പൊ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം ഇൻ ടേംസ് ഓഫ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 8/12 years ആണ്. 8/12 years എന്ന് പറയുമ്പോൾ 2/3 years. ടൈം ടേക്കൺ 2/3 years. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 0.06 ടൈംസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 0.06 ടൈംസ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് I is equal to 0.06 p. 0.06 p എന്ന് എടുക്കാം. ഇനി ഐയുടെ ഫോർമുല എന്താ? we know that I is equal to PRT/100. അപ്പൊ I is equal to 0.06 p ഇക്വേഷൻ 1 ആയിട്ടും I is equal to PRT/100 ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുക. അവിടെ വരെ ആയോ എല്ലാവരും? I is equal to 0.06 p ഇക്വേഷൻ 1, I is equal to PRT/100 എന്നുള്ളത് ഇക്വേഷൻ 2. Therefore from 1 and 2 we have 0.06 p is equal to PRT/100. രണ്ട് ഐകളും കൂടെ നമ്മൾ ഇക്വേറ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് I is equal to 0.06 p എന്ന് കിട്ടി. സെക്കൻഡ് നമുക്ക് I is equal to PRT/100 എന്ന് കിട്ടി. അപ്പൊ P ക്യാൻസൽ ചെയ്യുമ്പോൾ 0.06 is equal to P ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് പിന്നെ മിച്ചമുള്ളതുണ്ട് 6 നമുക്ക് അറിയത്തില്ല. ടൈം 2/3 ഡിവൈഡഡ് ബൈ 100. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.06 into 100 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
0.06 into 100 is equal to R into 2/3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 0.06 into 100 എന്ന് പറയുന്നത് 6 ആ. 6 is equal to R into 2/3. 6 is equal to R into 2/3 implies R is equal to 6 into 3 divided by 2. 9% എന്ന് കിട്ടും. നമുക്ക് റേറ്റ് പെർസെന്റേജ് 9 എന്ന് കിട്ടും. അപ്പൊ ഒന്നും കൂടെ പറയാം, നമ്മളോട് തന്നേക്കുന്ന റേറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ചാർജ് ഫോർ 8 months, 8 മാസത്തേക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 0.0 ടൈംസ് ഓഫ് ദി പ്രിൻസിപ്പിൾ ആണ്. മണി ബോറോ ചെയ്തതിന് നമ്മൾ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ 0.06 ടൈംസ് ആണ് 8 മാസം കൊണ്ട് പലിശയായിട്ട് വരുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് 0.06 ഓഫ് പി ആണ്. ടൈം 8 months എന്ന് തന്നിട്ടുണ്ട്. 8 months നമുക്ക് 8/12 ഈക്വൽ ടു 2/3 എന്ന് പറയാം. റേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ I is equal to 0.06p. I ഫോർമുല അനുസരിച്ച് PRT/100 രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0.06p is equal to PRT/100. P ക്യാൻസൽ ചെയ്യുമ്പോൾ 0.06 is equal to R into TT 2/3 ആണ്. അപ്പൊ R into 2/3 divided by 100. 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.06 into 100 is equal to R into 2/3. 0.06 into 100 6 ആണ്. അപ്പൊ 6 is equal to R into 2/3 എന്ന് വരും. അപ്പൊ R എന്ന് പറയുന്നത് 6 into 3/2 ചെയ്യുമ്പോൾ നമുക്ക് 9% എന്ന് കിട്ടും.